തവിയുടെ ഈ വീഡിയോയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ: സവാള അരിഞ്ഞത്, മുളക് പൊടി, തക്കാളി, കാബൂളി കടല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഒരു 3 വിസിലോ 4 വിസിലോ വരുത്തിയാൽ മതി. കോഴിമുട്ട, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, ഓട്സ്, സോയാബീൻ. ഇനി ആദ്യം നമ്മൾ സോയാബീൻ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. നമുക്ക് ആദ്യം ഉള്ളി വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. അതിന് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴണ്ടി വരുമ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് തക്കാളി വേണമെന്നില്ല. 2 ഉള്ളിയും 1 തക്കാളിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതക്കി വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് സോയാബീൻ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചതക്കിയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. നമ്മൾ കുറച്ച് സമയം സോയാബീൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നുകൂടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് കളഞ്ഞ് എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മസാല ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഉരുളക്കിഴങ്ങിന് പകരം കടല വേവിച്ച് അരച്ചതാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ കട്ട്ലേറ്റിൽ ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കാറ്. നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കുക. നമുക്ക് ഷേപ്പാക്കി കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കാം. ഞാൻ ഒരു പാത്രത്തിൻ്റെ മൂടിയിൽ നിറച്ചതിന് ശേഷം അതിന് കൊട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യാം. നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഓട്സിലാണ് നമ്മൾ സാധാരണ ബ്രെഡ് പൊടിയാണ് യൂസ് ചെയ്യൽ. ഞാനതിന് പകരം ഓട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ മുക്കിയിട്ടാണ് പൊരിക്കാറുള്ളത് സാധാരണ കട്ട്ലേറ്റ്. ഞാൻ കൂടുതലായിട്ട് വെളിച്ചെണ്ണ നല്ലോണം വെളിച്ചെണ്ണ ഉണ്ടാവും ആ കട്ട്ലേറ്റിൻ്റെ ഉള്ളിൽ. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നത്. നിങ്ങളിഷ്ടം പോലെ എങ്ങനെ ചെയ്യാം. ഓട്സ് ഒന്നുകൂടി ക്രിസ്പി ആയി കിട്ടും വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ. ഇതന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നമുക്ക് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് മറ്റു സൈഡും വെന്ത് വന്ന് നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.